എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുനമ്പത്തെ ജനങ്ങൾ വഖഫിനെതിരെ നടത്തുന്ന സമരത്തിന്റെ ഗുണം BJPക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി കേരളത്തിൽ LDFും UDFും ഒന്നിക്കാൻ പോവുകയാണ്. അതായത് മുനമ്പത്തെ 400 ഏക്കർ ഭൂമിക്ക് പകരം ഈ 400 ഏക്കർ ഭൂമിയിലാണ് വഖഫ് ക്ലെയിം ചെയ്തിരിക്കുന്നത്. അതായത് ഈ 400 ഏക്കർ ഭൂമിക്ക് പകരം കാസർഗോഡ് കണ്ണായ സ്ഥലത്ത് 500 ഏക്കർ ഭൂമി വഖഫിന് പതിച്ചു കൊടുക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ഇത് എങ്ങനെയെങ്കിലും ഒത്തുതീർക്കണം. 2025 കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതിന് മുന്നേ ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ഇവരൊരു അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തിയിരിക്കുകയാണ് ഇരു മുന്നണികളും. അതായത് നമുക്കറിയാം, ഈ മുസ്ലിമിന് എന്തെങ്കിലും ഗുണമുണ്ടാകുന്ന കാര്യങ്ങൾ വരുമ്പോൾ എല്ലാ മുന്നണികളും, രണ്ട് മുന്നണികളും പരസ്പരം മത്സരിച്ച് അവർക്ക് ആ കാര്യം നേടിക്കൊടുക്കും. അത് ഇവർ ഒറ്റക്കെട്ടായി കാര്യങ്ങൾ നേടിക്കൊടുക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഏറ്റവും വലിയ വോട്ട് ബാങ്കാണ്. ഈ മുസ്ലിം വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ചാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഗുണം മുനമ്പത്തെ ജനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വഖഫിന് എതിരെ നടത്തിക്കൊണ്ടിരുന്ന സമരത്തിൻ്റെ ഗുണഭോക്താവ് BJP ആവരുത് എന്ന ഒരു കടുംപിടുത്തം ഇവരുടെ ഇടയിലുണ്ടായി. അതായത് കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയുണ്ടായിരുന്നു. മുനമ്പത്തെ സമരക്കാരെ റെപ്രസെൻ്റ് ചെയ്ത് കുറച്ച് പിതാക്കന്മാരും പള്ളിയിലച്ചന്മാരും പിന്നെ പാണക്കാട് തങ്ങൾ, LDFിലെ നേതാക്കന്മാർ, UDFിലെ നേതാക്കന്മാർ, ഇവരൊക്കെ ചേർന്ന് ഒരു ചർച്ചയുണ്ടായിരുന്നു. ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നൊരു സമവായമാണ് ഈ കാസർഗോഡ് 500 ഏക്കർ ഭൂമി മുനമ്പത്തിന് കൊടുക്കുക എന്ന്. നോക്കിക്കോ, ശരിക്കും എനിക്ക് പറയാനുള്ളത്, മുനമ്പത്തെ ജനങ്ങൾ ഒരിക്കലും ഇതിനെ സപ്പോർട്ട് ചെയ്യരുത്. അതിന് പ്രശ്നം എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഇപ്പോൾ ഇത് സമ്മതിച്ചു, അതായത് ഈ ഫോർമുല നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് ഇതിൽ നിന്ന്, ഈ സമരത്തിൽ നിന്ന് പിന്മാറാൻ പറ്റും. അപ്പോൾ വഖഫിന് സർക്കാർ എന്ത് ചെയ്യും? പിണറായി വിജയൻ ഏതറ്റം വരെയും മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരാളാണ് പിണറായി വിജയൻ. അതായത് മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടി അദ്ദേഹം എന്തും ചെയ്യും. നമുക്കറിയാം, പ്രത്യക്ഷത്തിൽ തന്നെ അറിയാം. അതായത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ കാസർഗോഡ് 500 ഏക്കർ, നിങ്ങളിപ്പോൾ മുൻപത്തെ ജനങ്ങൾ ഈ ഫോർമുല അംഗീകരിച്ചു എന്ന് വെച്ചോ. അതായത് സർക്കാർ 500 ഏക്കർ കാസർഗോഡ് കണ്ണായ സ്ഥലത്ത് 500 ഏക്കർ ഭൂമി വഖഫിന് പതിച്ചു നൽകും. പിന്നെ വഖഫ് എന്താ പറയുന്നറിയോ? അതായത് വഖഫ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ഫോർമുല മുന്നോട്ട് വെക്കുകയാണെങ്കിൽ, അതായത് കാസർഗോഡ് ഞങ്ങൾക്ക് 500 ഏക്കർ കിട്ടുവാണെങ്കിൽ മുനമ്പത്തെ ക്ലെയിം ഞങ്ങൾ പിൻവലിക്കും. വഖഫിൻ്റെ ഡാറ്റാബേസിൽ നിന്ന് ഇത് ഡീരജിസ്റ്റർ ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് തെളിവൊന്നും, വഖഫ് എന്ന് വെച്ചാൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡിയാണ്. അവരെന്താണ് ചെയ്യുന്നത്, ഇവിടെ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുന്നൊന്നും ഒന്നും പെട്ടെന്നൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ ഈ സമരത്തിന് പിന്മാറി കഴിഞ്ഞാൽ ആരും ഇതിൻ്റെ പുറകെ പോവുകയും ചെയ്യില്ല. മാധ്യമങ്ങളും പോകില്ല. മാധ്യമങ്ങൾ അഥവാ ഇങ്ങനത്തെ കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ അത് പുറത്തു കൊണ്ടുവരാനും ശ്രമിക്കില്ല. അപ്പോൾ ഇവിടുത്തെ ചതി ഒളിഞ്ഞു കിടക്കുന്നത്, ഇപ്പോൾ താൽക്കാലികമായി നിങ്ങളിത് ഈ ഫോർമുല അംഗീകരിച്ച് നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വഖഫിന് 500 ഏക്കർ കിട്ടുകയും ചെയ്യും. പിന്നെ ഒരു 10-20 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വീണ്ടും ഈ മുനമ്പത്ത് വഖഫിന് വേണമെങ്കിൽ, അതായത് ഇൻ കേസ് നരേന്ദ്രമോദി സർക്കാർ വഖഫ് അമെൻഡ് ചെയ്തില്ല എന്ന് വെച്ചോ, അപ്പോൾ 20 വർഷമോ 25 വർഷമോ കഴിയുമ്പോൾ ഇതേ വഖഫിന് വീണ്ടും മുനമ്പത്തെ ഭൂമിയിൽ വേണമെങ്കിൽ ക്ലെയിം ചെയ്യാം. ഇത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്യാം. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ചിലപ്പോൾ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ കേരളം ഭരിക്കുന്നത് ചിലപ്പോൾ അന്ന് SDP-യോ, കേരളം ഭരിക്കുന്നത് ചിലപ്പോൾ അന്ന് SDP-യോ മുസ്ലിം ലീഗൊക്കെ ആയിരിക്കും. ഇവന്മാർ അപ്പോൾ എന്ത് ചെയ്യും? മുനമ്പത്തെ ജനങ്ങളോട് അവിടെ നിന്ന് ഇറങ്ങാൻ പറയും. ഇത് വഖഫ് ഭൂമിയാണ്, അതായത് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങണമെന്ന് അപ്പോഴുള്ള ഗവൺമെൻറ് പറയാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇനി മുസ്ലിം ലീഗല്ല ഭരിക്കുന്നത് വെച്ചോ, ഇടതായാലും വലതായാലും, ആ സമയത്ത് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ, ഒരു BJP സർക്കാർ ഇല്ലെങ്കിൽ ഇവർ എന്തിനായാലും പറയും, ജനങ്ങളോട് അവിടെ നിന്ന് ഇറങ്ങാൻ പറയും. അപ്പോൾ ഈ ചതി നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു ഫോർമുല വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് ഒരിക്കലും അത് അംഗീകരിക്കരുത്. അത് മാത്രമല്ല, ഈ മുനമ്പത്തെ ജനങ്ങൾക്ക് വേറെ പ്രശ്നം കൂടെ ഉണ്ട്. ഇൻ കേസ് എന്തെങ്കിലും കമ്മീഷൻ, അതായത് സർക്കാർ ഒരു കമ്മീഷൻ മുനമ്പ് സോൾവ് ചെയ്യുമ്പോൾ ഒരു കമ്മീഷൻ രൂപീകരിക്കും എന്നാണ് പറയുന്നത്. ഈ ആൾക്കാരുടെ മുന്നിലൊക്കെ ഇവരുടെ ഡോക്യുമെൻറ്റ്സും ഇവരുടെ ആധാരവും റവന്യൂ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്ത് ഇവരുടെ മുന്നിൽ ഓച്ചാനിച്ച് വന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കേണ്ടി വരും. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത്തരം ആൾക്കാരെ, അതായത് സ്വന്തമായിട്ട് പൈസ കൊടുത്ത് വാങ്ങിയ ഭൂമിയുടെ ഇത് ഇങ്ങനെ ഓച്ചാനിച്ച്, ഇങ്ങനെ പാർട്ടിക്കാരുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ട ഒരു ഗതികേട് നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ ഫോർമുല മുന്നോട്ട് വെക്കരുത്. അത് നിങ്ങൾക്കിപ്പോൾ ആവശ്യം നിങ്ങൾക്ക് റവന്യൂ ഡീറ്റെയിൽസ് ആണ്, റവന്യൂ ഡോക്യുമെൻറ്റ്സ് ആണ്. അത് സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളൊരു ഫോർമുലക്ക് നിൽക്കരുത്. അതായത് നിങ്ങൾക്ക് ആവശ്യം സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ ഭൂമിയാണെന്നില്ല റവന്യൂ ഡോക്യുമെൻറ്റ്സ് കിട്ടണം, നിങ്ങൾക്കതിന് കരമടക്കാൻ പറ്റണം, ഇത് പണയപ്പെടുത്തി നിങ്ങൾക്ക് ലോൺ കിട്ടണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യം നേടിയെടുക്കേണ്ടത്. അതിനുശേഷം മാത്രമേ വേറെ എന്തെങ്കിലും ഫോർമുലക്ക് നിൽക്കരുതോ. അത് നിങ്ങൾ ശരിക്കും നിങ്ങളെ പെടുത്തുക മാത്രമല്ല, ഈ ഇത്തരം വഖഫ് സുഡാപ്പികൾക്ക് വേണ്ടി ഈ സർക്കാർ വേണമെങ്കിൽ 500 അല്ല 1000 ഏക്കർ പതിച്ചു നൽകാനും തയ്യാറാണ്. അതായത് അവർക്ക് വേണ്ടത് വോട്ടാണ്, അവർക്കൊന്നുമില്ല. അവർ നാളെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ, ഒരു വർഷം കൂടി കഴിഞ്ഞാൽ ഈ സർക്കാർ ഇവിടെ ഇറങ്ങിപ്പോവും. പിന്നീട് വരാൻ പോകുന്ന സർക്കാർ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു ചതിയാണ്. ഈ വഖഫ് സുഡാപ്പികൾക്ക് വേണ്ടി ഇരു മുന്നണികളും ഒന്നിക്കുകയാണ്. അതായത് ഈ 400 ഏക്കറിന് പകരം കാസർഗോഡ് കണ്ണായ സ്ഥലത്ത് 500 ഏക്കർ. ഇത് ഇവരുടെ ഇടയിൽ തന്നെ ഈ VD സതീശനെ പോലത്തെ ആൾക്കാർക്ക് എന്ത് ഉടായ്പാണെന്ന് പറയും. ഈ ഹൈബീഡൻ VD സതീശനെ പോലത്തെ ആൾക്കാരൊക്കെ കാണിക്കുന്ന ഉടായ്പ്. വഖഫ് സമരപ്പന്തൽ വന്ന് ഒരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസം KM ഷാജി തന്നെ പറഞ്ഞു, ഇത് മുനമ്പത്തെ ഭൂമി വഖഫിൻ്റെതാണെന്ന് പറഞ്ഞു. അതായത് KM
മുനീറും പറഞ്ഞു, അതായത് മുനമ്പത്തെ വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞു. KM ഷാജി പറഞ്ഞത് എന്താണെന്നറിയില്ലേ, അതായത് VD സതീശൻ എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെ അറിയില്ല. അദ്ദേഹം പറഞ്ഞ തെറ്റാണ്, മുനമ്പത്തെ ഭൂമി വഖഫിൻ്റേതാണ്. വഖഫിൻ്റേതായതുകൊണ്ടാണ് ഇത്തരം ഈ സമവായ ചർച്ചകളിൽ പാണക്കാട് തങ്ങൾ പോലും ഇടപെട്ടത് എന്നാണ് KM ഷാജി പറഞ്ഞത്. അതായത് സ്വാഭാവികമായിട്ടും ഇതൊരു വസ്തുതർക്കമാണെങ്കിൽ പാണക്കാട് തങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ. പാണക്കാട് തങ്ങൾ ഇടപെടുന്നു, അതായത് ഇവരെ സമരക്കാരെ റെപ്രസെൻ്റ് ചെയ്ത് അച്ഛന്മാർ ഇടപെടുന്നു. അപ്പോൾ ഒരു വസ്തുതർക്കത്തിൻ്റെ പേരിൽ ഇത്രയും കോലാഹലങ്ങൾ സൃഷ്ടിക്കേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ തീർച്ചയായും അതിനകത്ത് എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ഇത്തരം അതുകൊണ്ടാണ് KM ഷാജി അങ്ങനെ പറഞ്ഞത്. അത് KM ഷാജി അങ്ങനെ പറഞ്ഞതിന് ശേഷം കുഞ്ഞാലിക്കുട്ടി ചെയ്തതെന്നറിയോ, അതായത് KM ഷാജി പറഞ്ഞത് തള്ളിപ്പറയാതെ അതിങ്ങനെ പരസ്യ പ്രസ്താവന അവസാനിപ്പിക്കണമെന്നാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. നോക്കൂ, അതായത് ഈ ഇത്തരം പ്രസ്താവനകൾ നടത്തിയിട്ട് ഈ കുഞ്ഞാലിക്കുട്ടി പോലും അതിനെ തള്ളിപ്പറയുന്നില്ല. ആഫ്റ്റർ ഓൾ ഈ കുഞ്ഞാലിക്കുട്ടി തള്ളിപ്പറയുന്നില്ല, പരസ്യ പ്രസ്താവന നിർത്തണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതായത് ഷാജി പറഞ്ഞതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞില്ല, ഷാജി പറഞ്ഞത് തെറ്റാണെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞില്ല. അപ്പോൾ എല്ലാവരും ഇവർ ലീഗുകാരൊക്കെ ഒറ്റക്കെട്ടാണ്. അവർക്ക് ആവശ്യം വഖഫിന് എങ്ങനെയെങ്കിലും ഒരു എന്താ പറയുക, ഈ മുനമ്പം ഭൂമി പിടിച്ചെടുക്കണം അതാണ് അവർക്ക് ആവശ്യം. അപ്പോൾ അതല്ലെങ്കിൽ കാസർഗോഡ് 500 ഏക്കർ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം കാസർഗോഡ് ടൗണിനോട് ചേർന്ന് കിടക്കുന്ന റവന്യൂ ഭൂമി, അതായത് സർക്കാരിൻ്റെ പേരിലുള്ള ഭൂമി ഇവർക്ക് പതിച്ചു കൊടുക്കാനാണ് നീക്കം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മറവിൽ ഈ CPM-മാരെ സംബന്ധിച്ചിടത്തോളം 5 പൈസ ഇവിടെ നിന്ന് അമുക്കാൻ പറ്റുമെങ്കിൽ അവിടുന്ന് അമുക്കുന്ന ടീമാണ്. അതായത് എങ്ങനെയെങ്കിലും തങ്ങളുടെ കീശ വീർപ്പിക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശത്തിലാണ്. അതായത് ഈ ഒരു ഡീല് നടക്കുകയാണെങ്കിൽ CPM-ന് രണ്ടുണ്ട് ഗുണങ്ങൾ. ഈ ഒരു ഡീല് നടത്തുകയാണെങ്കിൽ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അടുത്ത അസംബ്ലി ഇലക്ഷനും ജനങ്ങളോട് പറയാം, അതായത് വഖഫിലെ പ്രശ്നങ്ങൾ ഞങ്ങൾ സോൾവ് ചെയ്തു, ഞങ്ങളാണ്, അതായത് BJPയും മറ്റേ കോൺഗ്രസും ഉണ്ടാക്കി വെച്ച പ്രശ്നം ഞങ്ങൾ സോൾവ് ചെയ്തു, അതായത് പിണറായി വിജയൻ സോൾവ് ചെയ്തു. അപ്പോൾ നിങ്ങളെല്ലാവരും എന്താ ചെയ്യേണ്ടത്, ഞങ്ങൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ സൈബർ ഹാൻഡിൽസ് CPM സൈബർ ഹാൻഡിൽസ് എന്നിങ്ങനെ PR വർക്ക് തുടങ്ങും. അപ്പോൾ അതിന് അതൊരു വിഷയം. പിന്നെ രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമി ഇടപാടുമായിട്ട് അവിടുത്തെ ലോക്കൽ നേതാക്കന്മാരും ലോക്കൽ സെക്രട്ടറിയുടെ ഇടപെട്ടിട്ട് കോടികൾ ഉണ്ടാക്കും. പാർട്ടിക്ക് നല്ലൊരു അക്ഷയ ഗനിമാതിരിയായിരിക്കും. അതിൻ്റെ പുറകെ നടക്കുന്ന ഡീലിൽ ഭയങ്കരമായിട്ട് പൈസ പാർട്ടി വാങ്ങും, പാർട്ടിയുടെ കുട്ടി സഖാക്കന്മാർ വരെ വാങ്ങും. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡീലിലും മുനമ്പത്തെ ജനങ്ങൾ നിൽക്കരുത്. ഇതൊരു ചതിയാണ്. ശരിക്കും ഈ ഒരു മെസ്സേജ് മുനമ്പത്തെ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കണം. അതായത് ഇത്ര ഒരു പ്രചരണം കൊടുക്കണം. ഈ ഒരു മെസ്സേജ് ഉണ്ടല്ലോ, ഈ ഒരു മെസ്സേജ് മുനമ്പത്തെ ജനങ്ങൾക്കിടയിൽ പ്രചരണം കൊടുക്കണം. അവരെ ബോധവാന്മാരാക്കണം. അവർ ഈ ഇടതും വലതും നിങ്ങളെ ചതിക്കാനാണ് വരുന്നത്. VD സതീശനെ നോക്കിക്കോ, അവൾ നിങ്ങളുടെ സമരപ്പന്തൽ വന്ന് ഒരു കാര്യം പറയും, അപ്പുറത്ത് പോയിട്ട് മറ്റൊരു കാര്യം പറയും. ഒരു സ്റ്റാൻഡും ഇല്ലാത്ത ഒരു വൃത്തികെട്ട മനുഷ്യൻ, അതായത് ഈ കേരള രാഷ്ട്രീയങ്ങളുടെ ഏറ്റവും വൃത്തികെട്ട ഉടായ്പ മനുഷ്യനാണ് ഈ VD സതീശൻ. അപ്പോൾ ഇവരൊക്കെ നിങ്ങളെ ചതിക്കാനാണ് കൂട്ടുനിൽക്കുന്നത്. ഒരു കാര്യം ഉറപ്പിച്ചോ, നിങ്ങൾ ഇതിന് സമ്മതം മൂളിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിൽ അത് നിങ്ങളെ വരും തലമുറ അത് അനുഭവിക്കും. അത് എഴുതി വെച്ചോ. അപ്പോൾ ഈ ചതിയിൽ നിങ്ങൾ വീഴരുത്. ഈ മെസ്സേജ് മാക്സിമം മുനമ്പത്തെ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുക. അവിടെ എത്തുന്നവരെ ഒരാളെങ്കിൽ ഒരാൾ ആ മുനമ്പത്തെ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുക. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.